നമസ്കാരം. ഒരു ബൈക്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ? ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്തവരാണെങ്കിലും ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂട്ടറിന്റെയോ ബൈക്കിന്റെയോ പിറകിലിരുന്ന് സഞ്ചരിച്ചവരായിരിക്കും കൂടുതൽ പേരും. ചില ആൾക്കാരുടെ ഉള്ളിലുള്ള സങ്കടങ്ങളൊന്നും നമ്മൾ അറിയാറില്ല, കാരണം അതവർ പുറത്ത് കാണിക്കാറില്ല. ഇരുചക്ര വാഹനങ്ങളിൽ സ്വന്തമായിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ശക്തിവേൽ തായപ്പൻ എന്ന വ്യക്തി 2018 തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് യാലി മൊബിലിറ്റി. ചെന്നൈ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേരോട് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ശേഷം ശക്തിവേലിന്റെ ഐഡിയയിൽ തന്നെ ദോസ്ത് എന്നൊരു ഇലക്ട്രിക് വീൽ ചെയർ നിർമ്മിച്ചിരുന്നു. പക്ഷേ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലും സസ്പെൻഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും അതുപോലെ പല കാര്യത്തിലും ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മോഡൽ ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതും പിന്നീട് നിർമ്മിച്ചതും. ഇതാണ് യാലി മൊബിലിറ്റിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം. ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു 3 ചക്രമുള്ള വാഹനത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിമോട്ടിലാണ് ഇതിന്റെ പ്രവർത്തനം. റിമോട്ട് ഒന്ന് അമർത്തിയാൽ പിറകിലെ ഭാഗം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ താഴ്ന്നു വന്ന് റോഡിനോട് ചേർന്ന് നിൽക്കും. ഇലക്ട്രിക് വീൽ ചെയർ ആണെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ ഈ വാഹനത്തിലേക്ക് കയറാൻ സാധിക്കുമെങ്കിലും ഒരു സാധാരണ വീൽ ചെയർ ആണെങ്കിൽ ഇതിൽ കയറാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നേക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തിക്ക് അത്യാവശ്യം ആരോഗ്യമുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ കയറാൻ സാധിച്ചു. വാഹനത്തിൽ കയറിയതിനു ശേഷം വീൽ ചെയറിന്റെ ടയറുകൾ ലോക്ക് ആക്കിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെ നമുക്ക് ഈ വാഹനം ഓടിച്ചു പോകാം. വീൽ ചെയറിന്റെ ടയറുകൾ ലോക്ക് ചെയ്യുന്നതിന് പുറമെ വീൽ ചെയർ മൊത്തമായും ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വാഹനത്തിലുണ്ട്. നിർബന്ധമായിട്ടും അത് വേണം. 50 km/h ആണ് ഈ വാഹനത്തിന്റെ ടോപ്പ് സ്പീഡ്. BLDC ഹബ് മോട്ടോറാണ്. ഈ വാഹനത്തിന്റെ 60 വോൾട്ട് LFP ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ 70 km സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ 4 മണിക്കൂറിൽ താഴെ മതിയാവുമെന്നാണ് പറയുന്നത്. 420 kg ആണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ വണ്ടി നിർമ്മിച്ചതെങ്കിലും മറ്റുള്ളവർക്കും വേണമെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കാം, അല്ലെ? ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് 2026 ആദ്യ പകുതിയിലാണ്. ഈ കമ്പനിയെക്കുറിച്ചും ഈ വാഹനത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.